ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1973. ഇന്ന് മെയ് മാസം 26-ാം തീയതി 146-ാമത്തെ ദിവസത്തിലെത്തി. ഓരോരുത്തരും നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം, തങ്ങളുടെ ജീവിതത്തിൽ ശരിക്കുള്ള വേഷത്തിലാണോ ഓരോരുത്തരും, അതോ പ്രച്ഛന്ന വേഷത്തിലാണോ? ഈ ഫാൻസി ഡ്രസ് എന്നൊക്കെ പറയുന്ന വിധത്തിൽ അങ്ങനെ അവനവനെ ഏതൊക്കെയോ ആവരണങ്ങളാൽ, മൂടികളാൽ ഒന്നും മറച്ചാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. കുറെ കൂടി തുറന്ന് ജീവിക്കാനായിട്ട്, സുതാര്യനായി നിൽക്കാനായിട്ട് നമുക്കെന്തേ കഴിയാതെ പോകുന്നേ? നമുക്ക് നമ്മളെ തന്നെ നല്ല ഭയമുണ്ട്. നമ്മളുടെ പോക്കിനെ കുറിച്ച് നമുക്ക് നല്ല ജാള്യത, നാണമുണ്ട്, ലജ്ജയുണ്ട്. പിന്നെ മറ്റുള്ളവരൊക്കെ ഇത് കണ്ടാലും അറിഞ്ഞാലും എന്താകുമെന്നൊരു വല്ലാത്തൊരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും പ്രച്ഛന്ന വേഷം കെട്ടി ജീവിക്കുന്നത്. അതെപ്പോഴാണ് അഴിച്ചു വെക്കാനായിട്ട് ധൈര്യപ്പെടുക? ഞാൻ എന്നോട് തന്നെ ഈ നല്ല പുലരിയിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതോ മരണത്തോളം നമ്മൾ ഈ എപ്പോഴോ കെട്ടിപ്പോയ പ്രച്ഛന്ന വേഷത്തിൽ തുടരേണ്ടി വരുമോ? എന്തായാലും ഇസഹാക്ക് എന്ന് പറയുന്ന ആ അപ്പനെ പുത്രനായ യാക്കോബ് എന്ന് കബളിപ്പിക്കുന്നുണ്ട്. അതും പ്രച്ഛന്ന വേഷം കിട്ടിയ. അതിനൊരു പ്രേരകമായി അമ്മയുണ്ടായിരുന്നു. അമ്മയുടെ നിർബന്ധത്തിനാണ് ഞാനിത് ചെയ്തു പോയതെന്നൊന്നും യാക്കോബിന് പറഞ്ഞൊഴിയാൻ പറ്റില്ല. അമ്മമാരുടെയും അപ്പന്മാരുടെയും മുഴുവൻ നിർബന്ധങ്ങളും മക്കളൊന്നും കേൾക്കാറില്ല. അവനവന്റെ വിവേകം എവിടെ പോയെന്നുള്ളതാണ്. പ്രച്ഛന്ന വേഷം കെട്ടി അപ്പനെ കബളിപ്പിക്കുകയാണ്. ചേട്ടനായ ഏശാവായിട്ട് അഭിനയിക്കുകയാണ്. ആ ഭാഗത്തിലൂടെ ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിലൂടെ കടന്നുപോയപ്പോൾ വല്ലാതെ വ്യാകുലത തോന്നി, ഒരു ഭാരം തോന്നി. അവിടെ ആ മകൻ അപ്പനെ കബളിപ്പിക്കുകയാണ്. ഞാനാവട്ടെ ഈ സമൂഹത്തെ, നിങ്ങൾ ഓരോരുത്തരെയും കബളിപ്പിക്കുകയാണ്. എല്ലാ ബന്ധങ്ങളിലും നമ്മൾ പുലർത്തുന്ന ഇത്തരം ചില മൂടുപടങ്ങളുണ്ട്, മുഖാവരണങ്ങളുണ്ട്. അവയെ അഴിച്ചു വെച്ച് കുറെ കൂടി സുതാര്യനായിട്ട് നിന്നാൽ ലഭിക്കുന്ന ഒരു ആശ്വാസത്തിന് എന്തുമാത്രം വിലയുണ്ടാവും, മഹത്വം ഉണ്ടാവും. എപ്പോഴാണ് നമ്മൾ അങ്ങനെയൊന്ന് മാറി ചിന്തിക്കുക, ഒന്ന് ധൈര്യത്തോടെ ജീവിക്കുക? എന്റെ സത്യാന്വേഷണ പരീക്ഷകളെന്ന പുസ്തകം എഴുതിയത് ഗാന്ധിയാന്ന് പോലും നമ്മൾ മറന്നുപോയൊരു കാലത്താണ് ജീവിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.